ഇതാണ് ഡേവിഡ് ഫുള്ളർ. ഇയാൾക്ക് മറ്റൊരു പേരുകൂടെയുണ്ട്, മോർച്ചറി മോൺസ്റ്റർ. 1954 ഇംഗ്ലണ്ടിലാണ് ഇയാൾ ജനിക്കുന്നത്. ഹോസ്പിറ്റലുകളിലെ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ ചില കൊലപാതകങ്ങൾ ഫുള്ളറിലേക്ക് ശ്രദ്ധ തിരിയുകയുണ്ടായി. 1987 ജൂൺ 23 വെൻഡി നെൽ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ കിടക്കയിൽ രക്തത്തിൽ കുളിച്ച് നഗ്നയായി മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി. അതുകൂടാതെ അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ മരിച്ചതിന് ശേഷമാകാം പീഡിപ്പിച്ചതെന്നും പോലീസ് പറയുന്നു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം 1987 നവംബർ 24 കരോലിൻ PS എന്ന് പറയുന്ന സ്ത്രീയും സമാനമായ കൊലപാതകത്തിന് ഇരയാവുന്നു. അങ്ങനെ ഈ കൊലപാതകങ്ങളെ ബെഡ്ഷീറ്റ് മേഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോഴും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സാങ്കേതിക വിദ്യയുടെ വളർച്ച പിന്നീട് പ്രതിയിലേക്ക് കൂടുതൽ അടുത്തു. ഒടുവിൽ 2020 ഡിസംബർ 3 പോലീസ് ഡേവിഡ് ഫുള്ളർ എന്ന് പറയുന്ന 66-കാരനെ അറസ്റ്റ് ചെയ്തു. കൊല ചെയ്യപ്പെട്ട വെൻഡിയുടെയും കരോലിന്റെയും ദേഹത്തു നിന്ന് കിട്ടിയ DNA ഫുള്ളറിന്റേതാണെന്ന് കണ്ടെത്തി. അങ്ങനെ ഈസ്റ്റ് സക്സസിൽ ഫുള്ളറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം വീട് പരിശോധിക്കവേ പോലീസ് പല കാര്യങ്ങളും കണ്ടെത്തുകയുണ്ടായി. സങ്കല്പിക്കാനാവാത്ത അത്രയും ലൈംഗിക ദുഷ്ടതയുടെ ഒരു ലൈബ്രറി പോലീസുകാർ അവിടെ കണ്ടു. നിരവധി ചിത്രങ്ങളും ആയിരക്കണക്കിന് USBകളുടെയും ഫ്ലോപ്പി ഡിസ്കുകളുടെയും രൂപത്തിൽ. അതിൽ കുട്ടികളുടെ ലൈംഗിക പീഡനത്തെ ചിത്രീകരിക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 4 ദശലക്ഷം അസ്വസ്ഥത ഉളവാക്കുന്ന ചിത്രങ്ങൾ പോലീസ് അവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. മിക്കതും ഇന്റർനെറ്റിൽ നിന്ന് എടുത്ത ചിത്രമാണെങ്കിലും ഫുള്ളർ സ്വയം എടുത്ത പേടിപ്പെടുത്തുന്ന ചിത്രങ്ങളും പോലീസ് കണ്ടെത്തി. 1989 മുതൽ 2020 വരെ ഫുള്ളർ ജോലി ചെയ്ത ആശുപത്രികളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഫുള്ളർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തവയാണ് ഇവ. 9 വയസ്സുള്ള പെൺകുട്ടി മുതൽ 100 വയസ്സ് പ്രായമുള്ള 100-ലധികം സ്ത്രീകൾ ഇതിന് ഇരയായി. ഹോസ്പിറ്റലുകളിലെ ഇലക്ട്രീഷ്യൻ ആയതിനാൽ തന്നെ ഫുള്ളറിന് മോർച്ചറി ആക്സസ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. അങ്ങനെ 2 കൊലപാതകത്തിന് ജീവപര്യന്തവും മോർച്ചറി കുറ്റകൃത്യങ്ങൾക്ക് 12 വർഷം ശിക്ഷയും ഫുള്ളറിന് ലഭിച്ചു. ഷെയർ യുവർ തോട്ട്.